നിരോധിത ഭീകര സംഘടന PFIക്ക് മറ തീർക്കാൻ SDPI നടത്തിയത് ആസൂത്രിതമായ നീക്കങ്ങൾ. PFI ഭീകരവാദത്തിന് മറയായി പുതിയ യുവജന സംഘടന രൂപീകരിക്കാനായിരുന്നു ശ്രമം. എന്നാൽ കേന്ദ്ര ഇന്റലിജൻസ് സംവിധാനങ്ങൾ നിരീക്ഷണം ശക്തമാക്കിയതോടെ PFI ഭീകരവാദികൾക്ക് അംഗത്വം നൽകാനുള്ള പുതിയ സംഘടനാ നീക്കം പാളുകയായിരുന്നു. PFIക്ക് ലഭിച്ചിരുന്ന വിദേശ ഫണ്ടുകൾ നിലച്ചതും നീക്കങ്ങൾക്ക് തിരിച്ചടിയായി. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, നിരോധിച്ച ഭീകര സംഘടന പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ വരാനായിരുന്നു ശ്രമം. അതിൻ്റെ ഭാഗമായി യുവജന സംഘടന രൂപീകരിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ കേന്ദ്ര ഇന്റലിജൻസ് സംവിധാനം കൃത്യമായ നിരീക്ഷണങ്ങൾ കർശനമാക്കി അവരുടെ നീക്കങ്ങൾ തിരിച്ചറിഞ്ഞു. അവരുടെ വിദേശ ഫണ്ട് തടയുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. അതുകൊണ്ട് PFIക്ക് പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ, പുതിയ പേരിൽ മുന്നോട്ട് വരാൻ കഴിഞ്ഞില്ല. അതുതന്നെയല്ലേ സത്യം, ജിജീഷ്? വിനോദ് പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ സംയോജിതമായ ഇടപെടൽ അല്ലെങ്കിൽ നിരന്തരമായ നിരീക്ഷണം അതുതന്നെയാണ് ഇത്തരത്തിൽ നിരോധിത ഭീകര സംഘടനയ്ക്ക് മറ്റൊരു രൂപം വീണ്ടും രൂപപ്പെട്ടു വരാനും അങ്ങനെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കൊരു മറ സൃഷ്ടിക്കാനുമുള്ള എല്ലാ നീക്കങ്ങൾക്കും തടയിട്ടത്. എന്നാൽ ആ ശ്രമങ്ങൾ ഇപ്പോഴും അവർ തുടരുന്നു. അതുതന്നെയാണ് നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കം കോടതിയിൽ ബോധിപ്പിച്ചതും ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണ പരിധിയിൽ ഉള്ളതും എല്ലാം അതുതന്നെയാണ്. കാരണം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മറ്റൊരു രൂപമായി SDPI മാറിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് PFI ഭീകരവാദികൾക്ക് നിരോധനത്തിന് ശേഷം പ്രവർത്തിക്കാനുള്ള ഒരു സംഘടന എന്ന നിലയിലേക്ക് SDPI മാറുന്നു എന്നതിന്റെ കൃത്യമായ വിവരങ്ങളായിരുന്നു വിവിധ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചത്. ഇതിനിടയിൽ തന്നെയാണ് ഈ യുവജന സംഘടന രൂപീകരിച്ചുകൊണ്ട് PFIയിൽ ഉണ്ടായിരുന്ന മതഭീകരവാദികൾക്ക് അംഗത്വം നൽകാനുള്ള ശ്രമം SDPI നടത്തിയത്. കഴിഞ്ഞ 2023 സെപ്റ്റംബറിലാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിന് തുടക്കം കുറിക്കുന്നത്. 2023 സെപ്റ്റംബറിൽ ഇത്തരമൊരു പുതിയ സംഘടന എന്ന ആലോചന നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് വിവിധ യോഗങ്ങൾ നടക്കുന്നു. രഹസ്യയോഗങ്ങളും പരസ്യയോഗങ്ങളും. അതായത് SDPIയെ സംബന്ധിച്ചിടത്തോളം അതിന് നിരോധനമില്ല എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയും. അങ്ങനെ പരസ്യമായ യോഗങ്ങൾ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യോഗം എന്ന നിലയ്ക്ക് SDPIയുടെ ഓഫീസുകളിൽ പ്രത്യേക യോഗം ചേർന്നു. ആ യോഗത്തിന്റെ എല്ലാം പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് പുതിയ ഒരു രാഷ്ട്രീയ സംഘടന, യുവജന സംഘടന രൂപീകരിക്കുക, പതുക്കെ അത് PFIയുടെ മറ്റൊരു രൂപമാക്കി മാറ്റി എടുക്കുക എന്നത് തന്നെയായിരുന്നു. മറുഭാഗത്ത് നിരോധിത ഭീകര സംഘടനയിലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിലെ ആളുകൾ അവർ മറ്റു ചില ഭാഗങ്ങളിൽ രഹസ്യയോഗങ്ങൾ ചേരുന്നു. അവിടെയും പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത്, ആ യോഗങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സമാനമായി തന്നെ തങ്ങളുടെ അംഗങ്ങൾക്ക്, ഭീകരവാദ സംഘടനയിലുള്ള അംഗങ്ങൾക്ക് ചേക്കേറുന്നതിന് വേണ്ടി ഒരു സംഘടന വേണം. അതിന് SDPI ഒരു സംഘടന രൂപീകരിക്കുന്നു. അതിന് യുവജന സംഘടനയുടെ ലേബൽ നൽകുന്നു. 2023 ഡിസംബറിൽ അതിന്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നു. വൈകാതെ തന്നെ ഈ ആളുകളെ എല്ലാം തന്നെ തുടക്കത്തിൽ നേതാക്കളുടെ മുഖം ഇതിലേക്ക് വരണ്ട എന്നതുകൂടി രഹസ്യയോഗങ്ങളിൽ പ്രത്യേകമായി തീരുമാനിച്ചിരുന്നു. കാരണം നിരോധിത ഭീകര സംഘടനയായ PFIയുടെ നേതാക്കൾ വരുമ്പോൾ സ്വാഭാവികമായും വലിയ നിരീക്ഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ നേതാക്കളെ ഒഴിവാക്കിക്കൊണ്ട് അതിന്റെ കേഡറുകൾ എന്ന് പറയുന്ന ഭീകരവാദികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ സംഘടന വിപുലീകരിക്കുക, യുവജന സംഘടന. കാരണം SDPIയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ വനിതാ സംഘടനയുണ്ട്. നിലവിൽ തൊഴിലാളികൾക്ക് വേണ്ടി അതിനുവേണ്ടി ഒരു സംഘടനയെ രൂപീകരിച്ചുകൊണ്ട് അത്തരത്തിൽ SDPI ഒരു തൊഴിലാളി സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ ഭാഗമായി മാറുന്ന ഒരു യുവജന സംഘടന, നിലവിൽ യുവജന സംഘടന ഇല്ലാത്തത് കൊണ്ട് അത്തരം ഒരു യുവജന സംഘടന എല്ലാം പ്രചരിപ്പിച്ചുകൊണ്ട് PFI ആളുകൾക്ക്, PFIയിലെ ഭീകരവാദികൾക്ക് അംഗത്വം നൽകുകയായിരുന്നു പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. എന്നാൽ കൃത്യമായി തന്നെ നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ ഇന്റലിജൻസ് ബ്യൂറോ സംവിധാനങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടായി. അവർ നിരന്തരമായി നിരീക്ഷിക്കാൻ ആരംഭിച്ചു. ഇത്തരം ചില നീക്കങ്ങൾ, രഹസ്യയോഗങ്ങളുടെ വിവരങ്ങൾ അവർക്ക് ലഭിച്ചു. ഈ രഹസ്യയോഗങ്ങൾ എവിടെയെല്ലാമാണ് ചേർന്നത്, ആരെല്ലാമാണ് പങ്കെടുത്തത്, ഏതെല്ലാം കേന്ദ്രങ്ങളിൽ എത്ര തവണ രഹസ്യയോഗങ്ങൾ നടന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ അവർ ശേഖരിച്ചു. തുടർന്നുള്ള നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ അടക്കം മുന്നോട്ട് പോയ ഘട്ടത്തിൽ ഇത്തരം ഒരു തീരുമാനത്തിൽ നിന്ന് താൽക്കാലികമായി പിന്മാറാൻ വേണ്ടി SDPI തീരുമാനമെടുക്കുന്നു. അങ്ങനെ ഡിസംബറിൽ ആ പ്രഖ്യാപനം ഉണ്ടാകുന്നില്ല. എന്നാൽ ഡിസംബറിൽ ആ പ്രഖ്യാപനം ഉണ്ടാകാത്ത ഘട്ടത്തിൽ പോലും ഇപ്പോഴും SDPIയുടെ ആലോചനകളിൽ മറ്റൊരു സംഘടന അല്ലെങ്കിൽ മറ തീർക്കാൻ ഒരു സംഘടന എന്നത് തന്നെയാണ് പ്രധാനം. കാരണം നിരോധിത ഭീകര സംഘടനയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ പരസ്യമായ പ്രവർത്തനങ്ങൾക്ക് വിലക്കുണ്ട്. അതിന്റെ അംഗങ്ങളെല്ലാം തന്നെ കൃത്യമായി വിവിധ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണ വലയത്തിലാണ്. നിരവധി ആളുകളെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തിരുന്നു. നിരോധനത്തിന് ശേഷം നേതാക്കളടക്കം നിരവധി ആളുകൾ അറസ്റ്റിലായി. അത്തരത്തിൽ 55 പേരാണ് NIA അറസ്റ്റ് ചെയ്ത് അവർ റിമാൻഡ് തുടരുന്നതും നിയമ നടപടികൾ നേരിടുകയും ചെയ്യുന്നത്. അതേ ഘട്ടത്തിൽ തന്നെ മറ്റ് അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം വന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കം ഭീകരവാദികളുടെ ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തി. തുടർന്ന് വലിയ തോതിൽ ഫണ്ട് ഭീകരവാദികൾക്ക്
PFI ഭീകരവാദികൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നു എന്ന് കണ്ടെത്തുകയും അത് തടയാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തതോടുകൂടി തന്നെ PFI ആയിരുന്നു പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക സ്രോതസ്. SDPIയുടെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക സ്രോതസ്, അതിൻ്റെ പ്രവർത്തന മൂലധനം എന്ന് പറയുന്നത് PFI നൽകുന്ന പണമായിരുന്നു. ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ SDPI നടത്തിയിരുന്നത്. നേരത്തെ PFI എങ്ങനെയാണോ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന പ്രവർത്തനങ്ങൾക്കും എല്ലാം തന്നെയുള്ള ഫണ്ട് ഉപയോഗപ്പെടുത്തിയത്, സമാനമായ രീതിയിൽ മറ്റൊരു സംഘടന വേണമെന്ന ആലോചനയാണ് അവിടെ പ്രധാനമായും ഉയർന്നു വന്നത്. SDPIയെ സംബന്ധിച്ചിടത്തോളം PFIയിൽ നിന്നുള്ള ഫണ്ട് വരവ് നിന്നതോടുകൂടി തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു ഘട്ടത്തിൽ അവതാളത്തിലായി. അതും പുതിയ സംഘടന രൂപീകരിക്കുന്നതിന് അല്ലെങ്കിൽ പുതിയ സംഘടനയുമായി മുന്നോട്ട് പോകുന്നതിന് ഒരു തടസ്സമായി അവർ കണ്ടു. അങ്ങനെയെല്ലാമാണ് ഈ ഒരു സംഘടനാ രൂപീകരണം എന്ന നീക്കത്തിൽ നിന്ന് പിൻവലിഞ്ഞത്. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് PFIയുടെ ആയുധ പരിശീലകരടക്കമുള്ള ആളുകൾ ഇപ്പോഴും പുറത്തുണ്ട്. നിരവധി സ്ഥലങ്ങളിൽ PFIയുടെ ആളുകൾക്ക് ആയുധ പരിശീലനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടത്, മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ട് മൃഗങ്ങളെ അടക്കം വെട്ടിപ്പലിക്കേൽപ്പിച്ചുകൊണ്ട് ഉള്ള പരിശീലനങ്ങൾ പല ഘട്ടങ്ങളിലായി നടന്നിട്ടുണ്ട്. വഴിയരികുകളിൽ നിരവധി വളർത്തുമൃഗങ്ങൾ അടക്കം, നായ്ക്കളടക്കം, തെരുവുനായ്ക്കളടക്കം വെട്ടേറ്റ നിലയിൽ കണ്ടെത്തിയ സംഭവങ്ങളുടെ എല്ലാം അന്വേഷണം ചെന്നെത്തിയത് ഇത്തരത്തിലുള്ള പരിശീലനങ്ങളിലായിരുന്നു. അങ്ങനെ നിരന്തരമായി തന്നെ ആയുധ പരിശീലനങ്ങൾ നൽകി, ഒപ്പം തന്നെ തോക്കുകളടക്കമുള്ള ആയുധങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള പരിശീലനങ്ങൾ പോലും രഹസ്യ ക്യാമ്പുകളിൽ നേരത്തെ തന്നെ ഇവർക്ക് ലഭിക്കുകയും ചെയ്തു. അതെല്ലാം തന്നെ വ്യക്തമായതോടുകൂടി അന്വേഷണത്തിൽ, ദേശീയ അന്വേഷണ ഏജൻസിയുടെ അടക്കമുള്ള അന്വേഷണങ്ങളിൽ വ്യക്തമായതോടുകൂടി ആ ആളുകളെല്ലാം തന്നെ ഇപ്പോൾ ഉൾവലിഞ്ഞിരിക്കുകയാണ്. എന്നാൽ പൂർണ്ണമായും തന്നെ അവർ അവരുടെ പ്രവർത്തനം നിർത്തി എന്ന് പറയാൻ കഴിയില്ല. മറ്റൊരു സംഘടനയിൽ മറ്റൊരു രൂപത്തിൽ എങ്ങനെ മുന്നോട്ട് വരാം എന്നത് ഒരു ആലോചനയിൽ തന്നെയാണ് ഈ ആളുകളെല്ലാം തന്നെ ഉള്ളത്. ഇപ്പോൾ PFIയിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്ന ആളുകളെല്ലാം തന്നെ ഉള്ളത്. ഈ നിരോധനം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള യോഗങ്ങൾ പോലും PFI നിരവധി തവണ നടത്തിയിരുന്നു. ഈ യോഗങ്ങളിലെല്ലാം തന്നെ പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത് എങ്ങനെ രഹസ്യമായി ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം, എങ്ങനെ പേരിന് സംഘടന ഇല്ല എന്ന് പറയുമ്പോൾ പോലും അതാണ് മറ്റ് ബസ് സ്റ്റോപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളെല്ലാം തന്നെ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ നടപടികൾ യഥാസമയത്ത് സംസ്ഥാനത്ത് ഉണ്ടാകുന്നില്ല എന്നതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ പ്രവർത്തനം മുന്നോട്ട് പോകാം എന്നത് തന്നെയായിരുന്നു പ്രധാനമായും PFI മതഭീകരവാദികളുടെയും നേതാക്കളുടെയും എല്ലാം തന്നെ ആലോചന. നിലവിൽ SDPI കൂടി അന്വേഷണ പരിധിയിൽ എത്തിയതോടുകൂടി വലിയ ഒരു പ്രതിരോധം തന്നെയാണ് ഈ സംഘടനകൾ നേരിടുന്നത്.